ഇൻട്രൊഡക്ഷൻ സ്പീച്ച് എന്നാണ് എഴുതിയിരിക്കുന്നെങ്കിലും ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ പറയാൻ അങ്ങ് ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയും കൂടെ സമയം ലാഭിക്കാമല്ലോ എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, കുടുംബം, ഇവിടെയായിരിക്കുന്ന എല്ലാ വാത്സല്യ സഹോദരങ്ങൾ, പ്രിയ സാമച്ചാൻ ഉൾപ്പെടെ, അമ്മാമ ഉൾപ്പെടെ, പ്രായാധിക്യത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൊച്ചു കുഞ്ഞുങ്ങളോടും ചേർന്ന് ഈ PFAയുടെ ടീം കൊരിന്തിനോടുള്ള ഈ ബന്ധത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാൻ കർത്താവ് കരുണ ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ടീം ഫിലിപ്പിയെയും ടീം കൊരിന്തിനെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം എടുക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം, അതിൻ്റെ അവസാനത്തെ വാക്യം, ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം, അതിൻ്റെ 38-ാമത്തെ വാക്യം. ആദാം ദൈവത്തിൻ്റെ മകൻ. ഇവിടെ ലൂക്കോസ് ഇത് പറയുമ്പോൾ ഇവിടെ പറയുകയാണ്, ആ മുൻ വാക്യങ്ങൾ നോക്കുമ്പോൾ ഓരോരുത്തരെയും കുറിച്ച് പറഞ്ഞു വന്നിട്ട് ഇവിടെ പറയുന്നു ആദാം ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ ഹൗവയോ? നമ്മൾ ചേർന്ന് വരണമേ. ഒരു പ്രസംഗമായിട്ടൊന്ന് ഒന്നിച്ച് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ ഹൗവയോ? ദൈവത്തിൻ്റെ മകളാണ്. ആദാമിനെയും ദൈവമാണ് സൃഷ്ടിച്ചത്, ഹൗവയെയും ദൈവമാണ് സൃഷ്ടിച്ചത്. ഇനി ഞാൻ ചോദിക്കും, നമ്മളാരാ? അയ്യോ, ഈ പണ്ടാരണ്ട് പറഞ്ഞ പോലെ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷപിടിപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് മൊത്തം പറയിപ്പിക്കാനെന്ന് തോന്നുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങുന്നു, കൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നോക്കുക, നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ, ആദാം ദൈവത്തിൻ്റെ മകൻ. എന്നാൽ പിതാവായ ദൈവം തൻ്റെ മകനു വേണ്ടി ചെയ്തത് ഒന്ന് പറഞ്ഞു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനൊരു ദേഹിയായി തീർന്നു ഒക്കെ നമ്മൾ അതേ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുമ്പോൾ, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏതെങ്കിലും തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ, നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. എന്നിട്ട് ദൈവം സൃഷ്ടിച്ച തൻ്റെ മകനെ അവിടെ പാർപ്പിക്കുന്നു. നമ്മൾ ആ ഭാഗങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, തൻ്റെ മകൻ ഏകനായിരിക്കുന്ന അന്നല്ലെന്ന് കണ്ടിട്ട് ദൈവം അവന് വേണ്ടി ഒരു തുണയെ ഒരുക്കി കൊടുക്കുന്നു. അതാ ഹൗവ നമ്മൾ പറയുന്നത്. അപ്പോൾ ഓർക്കണം, ദൈവത്തിൻ്റെ മകനാണ് ഞാനെങ്കിൽ, ദൈവത്തിൻ്റെ മകളാണ് ഞാനെങ്കിൽ, എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആവശ്യമായത് മുഴുവൻ മുളപ്പിച്ചെടുക്കുവാൻ, അതേ ആ ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്, തോട്ടം നനപ്പാൻ ദൈവം അവിടെ അതാ ഒരു തോടുണ്ടാക്കുന്നു, നീരുറവുണ്ടാക്കുന്നത് അവനൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ തോട്ടത്തിന് ആവശ്യമായതെല്ലാം ദൈവം ചെയ്തു കൊടുക്കുക. അവിടെ നമ്മൾ വായിച്ചത് അതെ, കാണാൻ ഭംഗിയുള്ളത്, വളരെ ഫലമേറിയത് ഒക്കെ ദൈവം മുളപ്പിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ എവിടെയാക്കി? ദൈവം അവനോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ ദൈവം സംസാരിച്ച ശബ്ദമല്ലാതെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരാൾ അവളോട് സംസാരിക്കും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, ഞാൻ കഥ പോലെ പറഞ്ഞു വരട്ടെ.
അങ്ങനെ ദൈവമല്ലാതിരുന്ന മറ്റൊരാൾ സംസാരിച്ച ആ ശബ്ദം കേട്ട് അതിനെ അനുസരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അനുഗ്രഹിച്ചു നൽകിയ തോട്ടത്തിൽ നിന്നും ഇതാ തൻ്റെ മകനെ പുറത്താക്കുകയാണ്. അവൻ വീണ്ടും അകത്തേക്ക് കയറാതിരിക്കേണ്ടതിന് മിന്നിത്തിരിയുന്ന വാളുമായി അതേ ദൈവം തൻ്റെ ദൂതനെ കാവലാക്കുകയാണ്. ദൈവം സൃഷ്ടിച്ച് തൻ്റെ മകനെ ആക്കിയ സ്ഥാനത്തു നിന്നും ആ നന്മ അനുഭവിപ്പാൻ സമ്മതിക്കാതെ അവനെ ശപിച്ച് പുറത്തേക്ക് പറഞ്ഞു വിടുന്നതിൻ്റെ കാരണം ദൈവം പറയാതെ, ദൈവം പറഞ്ഞത് കേൾക്കാതെ മറ്റൊരാൾ പറഞ്ഞ വാക്കിന് ചെവി കൊടുത്തതാണെന്ന് മറന്നു കളയരുത്. ഞാൻ വേഗത്തിലൂടെ അവസാനിപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആരംഭ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം ക്രിസ്തുയേശുവിൽ നമ്മെ നിറച്ചിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളോട് ഇങ്ങനെ കാണുന്നുണ്ട്: ഒരു നല്ല ഇടയനെ കാണുന്നുണ്ട്, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്യന്മാരുടെ ശബ്ദം അത് അറിയാത്തത് കൊണ്ട് അത് കേൾക്കുമ്പോൾ അത് ഈ ആട് വിട്ടു ഓടിപ്പോകുകയാണ്. ഇന്ന് പകലിൽ ഒരു കാര്യം പ്രിയ വാത്സല്യ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുന്നു. അവൻ നമ്മുടെ പിതാവ് അറിയാതെ, അല്ലെങ്കിൽ പേരൻസ് അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, സഹോദരങ്ങൾ അറിയാതെ, പ്രിയ മാതാപിതാക്കളായ നമ്മൾ ഓർക്കണം, അവൻ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരറിയാതെ, ആരും അറിയാതെ ദൈവശബ്ദത്തിൽ നിന്നും വഴിമാറി, ദൈവിക വിശുദ്ധിയിൽ നിന്നും വഴിമാറി നാം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ, മറ്റൊരുവൻ്റെ ശബ്ദം കേട്ടാൽ, ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, അവനൊരു സത്യം പറയേണ്ട സാഹചര്യം മുമ്പിൽ വരുമ്പോൾ അത് പറഞ്ഞാൽ അത് അടികിട്ടുമെന്ന് കണ്ടിട്ട് സത്യം പറയുവാൻ സാരമില്ല. ഒരു കള്ളം പറഞ്ഞോളാൻ പറയുമ്പോൾ നോക്കണം, അത് ദൈവത്തിൻ്റെ ശബ്ദമല്ല. എൻ്റെ പേരൻസ് ആരുമില്ല, വാട്സപ്പ് എടുക്കാം, എൻ്റെ കൂട്ടുകാർക്ക് ചാറ്റ് ചെയ്യാം, മറ്റുള്ളവർക്കൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാം, ആക്ടിവിറ്റി എടുക്കാമെന്നൊക്കെ ഹൃദയത്തിൽ മന്ത്രിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം: അതെൻ്റെ ദൈവത്തിൻ്റെ ശബ്ദമാണോ, അതോ ദൈവത്തിൻ്റെ മകനായ ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതിന് പകരം മറ്റൊരു ശബ്ദമാണോ ഞാൻ കേൾക്കുന്നത്? അവൻ ഏദനിൽ കടന്ന പിശാചിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നെന്ന് ബോധ്യം വന്നാൽ അവിടെ നിന്നും ഓടി മാറണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും വിളിക്കപ്പെട്ട നമ്മളെ ആ പദവി ദൈവം തള്ളിക്കളയും എന്നുള്ള കാര്യം മറക്കരുത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പറയുന്ന കാര്യമുണ്ട്: ജീവവൃക്ഷത്തിൻ്റെ ഫലം ഞാൻ അവർക്ക് തിന്മാൻ കൊടുക്കും. എന്നാൽ അനുസരിക്കാതെ വന്നാൽ ദൈവത്തിൻ്റെ മകനാണ് നമുക്ക് നെഞ്ചുവിരിച്ച് പറയാൻ കഴിയും. അവൻ ദൈവത്തിൻ്റെ മകൻ, ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ആദാം ദൈവത്തിൻ്റെ മകനാണെന്ന് പറയുവാൻ കഴിയുമെങ്കിലും ദൈവം നൽകിയ സൗഭാഗ്യങ്ങളിൽ പ്രവേശിക്കപ്പെടുവാൻ കഴിയാതെ പുറന്തള്ളപ്പെടും. അതുകൊണ്ട് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.